ഈ സഭയുടെയും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും അധ്യക്ഷനായ രമേഷ് ബാബു, ഈ പരിപാടിയിൽ സംസാരിച്ച PT കുഞ്ഞുമുഹമ്മദ്, നിഷാന്ത് സാഗർ, ഇത് കഴിഞ്ഞ് സംസാരിക്കാനിരിക്കുന്ന O അബ്ദുല്ല, സുഹൃത്തുക്കൾ, മുഹമ്മദ് അബ്ദുറഹിമാന്റെ സ്മരണയെ ആദരിക്കുകയാണ് 25ാം വാർഷികത്തിന്റെ പ്രധാന പരിപാടികളിൽ ഒന്ന് എന്ന് തീരുമാനിച്ച ഈ ബാങ്കിന്റെ അധികാരികളെ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യും. ഇന്ന് കേരളത്തിന് ആവശ്യമുള്ള ഒരു ഓർമ്മ മുഹമ്മദ് അബ്ദുറഹിമാന്റേതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ജീവിതം കൊണ്ട് ഉദാഹരിച്ച എതിരില്ലാത്ത ത്യാഗം ഇന്ന് മിക്കവർക്കും അസാധ്യമായിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തെപ്പറ്റിയും ജനാധിപത്യത്തെപ്പറ്റിയും മതത്തെപ്പറ്റിയും ദേശീയതയെപ്പറ്റിയും അദ്ദേഹം പത്രപ്രവർത്തനത്തിലൂടെ, പ്രസംഗങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഉദാഹരിച്ച് കാണിച്ച ചില ചിന്താരീതികളുണ്ട്. അത് വളരെ പ്രധാനമാണ്. അബ്ദുറഹിമാൻ ഒരു നിലയ്ക്ക് മഹാഭാഗ്യവാൻ. 47 മുൻപേ ഇന്ത്യ വിഭജിക്കുന്നത് കാണാനുള്ള നിർഭാഗ്യമില്ലാതെ 45 അദ്ദേഹം മരിച്ചുപോയി. ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അദ്ദേഹത്തെ ഗോഡ്സെ വെടിവെച്ചു കൊന്നു എന്നതല്ല, 47 ആ വിഭജനം കാണാൻ അദ്ദേഹം ബാക്കിയായി എന്നതാണ്. എത്ര വലിയ വേദനയാണ്, ജീവിതത്തെ സംബന്ധിച്ച് എത്ര വലിയ നൈഷ്ഫല്യബോധമാണ് ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൊടുത്തത് എന്ന് ആലോചിച്ചു. ലോക ചരിത്രത്തിൽ ഒരു മതവിഭാഗത്തിന് വേണ്ടി ഉണ്ടാകുന്ന ആദ്യത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. അതിനു മുൻപ് അത്തരം ഒരാശയമില്ല. ഒരു കൊല്ലം കഴിയുമ്പോൾ യഹൂദ മതവിഭാഗത്തിന് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാവും, ഇസ്രായേൽ. ഗാന്ധി പാകിസ്ഥാൻ എന്ന ആശയത്തെ പറ്റി പറഞ്ഞത് അത് അസത്യമാണ് എന്ന്. ദേശീയത എന്നത് മതം കൊണ്ട് നിർണയിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞപ്പോ ജിന്നയോട് ഗാന്ധി ചോദിച്ച ഒരു ചോദ്യം, എന്റെ ഒരു മകൻ ഇസ്ലാം മതം വിശ്വസിച്ചു, അയാൾ വേറെ രാജ്യത്തിലെ പൗരനായി പോയോ എന്നാണ്. മഹാബുദ്ധിമാനായ, വലിയ വക്കീലായ, എന്തിനും എപ്പോഴും മറുപടി പറയാൻ ഊറ്റമുള്ള ജിന്ന അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതിന് മറുപടിയില്ല. നിങ്ങളുടെ ദേശീയത നിർണയിക്കുന്നത് നിങ്ങളുടെ ദേശമല്ല, നിങ്ങളുടെ മതവിശ്വാസമാണ് എന്നതാണ് 40-ൽ വന്ന പാകിസ്ഥാൻ പ്രമേയം എന്ന് പിന്നീട് ചരിത്രം വിശേഷിപ്പിച്ച ലാഹോറിലെ പ്രമേയം കൊണ്ടുവന്നു. അബ്ദുറഹിമാൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതരാഷ്ട്രീയത്തെ എതിർക്കുക എന്നതാണ്. 45-ൽ പുറത്തു വന്നിട്ട് 77 ദിവസമാണ് അദ്ദേഹം ജീവിച്ചത്. ആ 77 ദിവസവും നിരന്തരം പ്രസംഗമായിരുന്നു. അപ്പോഴേക്ക് ഇന്ത്യ വിഭജിക്കപ്പെടും എന്ന് ഏതാണ്ട് തീർച്ചയായി.
അതിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പടയോട്ടം. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗം ആവിഷ്കാരം കൊണ്ടത് ഈ കൊടിയത്തൂരിലാണ്. അങ്ങനെയാണ് കൊടിയത്തൂർ ചരിത്ര പ്രസിദ്ധമായി തീർന്നത്. 76 കാരശ്ശേരി പഞ്ചായത്ത് ഉണ്ടാകുന്നത് വരെ ഞാനും കൊടിയത്തൂർ പഞ്ചായത്തിലെ ഒരു പൗരനായി. അന്ന് എനിക്ക് വലിയ അഭിമാനമായിരുന്നു. കാരണം എവിടെയാണ്? കൊടിയത്തൂർ പഞ്ചായത്തിലാണ്. അപ്പോ ഇന്നലെ പത്രം കാണുമ്പോ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെ പറ്റി നമ്മൾ ബേജാറാവുന്നു. പ്രശ്നം എന്താണ്? പ്രശ്നം ഒരു മതവിഭാഗത്തിന് വേണ്ടി ഉണ്ടായ രാഷ്ട്രമാണ് ഇസ്രായേൽ. യഹൂദന്മാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ രൂപം കൊണ്ടത്. മുസ്ലിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ രൂപം കൊണ്ടത്. ഇന്ന് കുത്തിയിരുന്ന് നമ്മൾ ആലോചിക്കണം, ആ രാഷ്ട്ര രൂപീകരണം കൊണ്ട്, പാകിസ്ഥാൻ കൊണ്ട് മുസ്ലിമിന്റെ എന്ത് പ്രശ്നം പരിഹരിച്ചു? ഇസ്രായേലിന്റെ രൂപീകരണം കൊണ്ട് യഹൂദന്റെ ഏത് പ്രശ്നം പരിഹരിച്ചു? ഗാന്ധി അത് ചോദിച്ചു. പലസ്തീനികളെ ആട്ടിയോടിച്ച് ഇസ്രായേൽ എന്ന പേരിൽ അവിടെ യഹൂദ രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുമ്പോൾ ഗാന്ധി ആ ആരോപണത്തിന്റെ ഘട്ടത്തിൽ ഗാന്ധി ചോദിക്കുന്നു, ഫ്രാൻസിൽ ജനിച്ചു വളർന്ന യഹൂദൻ ഫ്രഞ്ചുകാരനാണ്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന യഹൂദൻ ഇന്ത്യക്കാരനാണ്, ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന യഹൂദൻ ബ്രിട്ടീഷുകാരനാണ്. ദേശീയത നിർണ്ണയിക്കുന്നത് അങ്ങനെയാണ്, അല്ലാതെ മതവിശ്വാസം കൊണ്ടല്ല. അവരെയൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നു? ഇതെങ്ങനെയാണ് സത്യമായി തീരുക? ഇതെങ്ങനെയാണ് അഹിംസയായി തീരുക എന്ന് ഗാന്ധി ചോദിക്കും. ജിന്ന എന്തിന്റെ പേരിലാണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് അധികാരം മാത്രമാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ, ഇന്നത്തെ സെമിനാറിന്റെ പ്രമേയം എന്ന് പറയുന്നത് അബ്ദുറഹിമാന്റെ ചിന്ത, അതിന്റെ സമകാലികത എന്നതാണ്. ഇന്ത്യൻ മുസ്ലിമിന്റെ മുമ്പിൽ 3 ചിന്താധാരകളാണ് 40കളോടെ ഉണ്ടായിത്തീർന്നത്. ഒന്ന്, അബുൽ കലാം ആസാദിന്റെ രാഷ്ട്രീയം. 2, മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം. 3, മൗദൂദിയുടെ രാഷ്ട്രീയം. അബുൽ കലാം ആസാദ് മതവിശ്വാസിയായിരുന്നു. അബുൽ കലാം ആസാദ് അറബിയിലും പാർസിയിലും ഉറുദുവിലും പണ്ഡിതനായിരുന്നു. അദ്ദേഹം അറേബ്യയിൽ ജനിച്ച ആളാണ്. 1888 10ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഖുർആൻ വ്യാഖ്യാനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ തർജുമാൻ ഖുർആൻ വളരെ പ്രസിദ്ധമാണ്. ജനാധിപത്യവും ദേശീയതയും മതേതര രാഷ്ട്രീയവും മതത്തിന് ഇണങ്ങുന്നതാണ്, ഇസ്ലാമിന് ഇണങ്ങുന്നതാണ് എന്ന നിലപാടുകാരനായിരുന്നു ആസാദ്. ജിന്ന അദ്ദേഹത്തിന്റെ ജീവിതാരംഭത്തിൽ അങ്ങേയറ്റം മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ജിന്ന ഉണ്ടാക്കുന്ന കുഴപ്പം അദ്ദേഹത്തിന്റെ ചരിത്രവും വ്യക്തിത്വവും ഉന്നയിക്കുന്ന സങ്കീർണത എന്നത് വളരെ വിപുലമാണ്. ആളുകൾ എപ്പോഴും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ തട്ടി കാലിടറി വീഴും. കാരണം ഒരു ജിന്നയല്ല ഉള്ളത്, 2 ജിന്നയല്ല ഉള്ളത്, 3 ജിന്നയുണ്ട്. 20കളിൽ എല്ലാ തരത്തിലുള്ള മതസംബന്ധമായ രാഷ്ട്രീയത്തെയും നിരാകരിക്കുന്ന ഒരു ജിന്നയുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എതിർത്ത ആളാണ് ജിന്ന. അദ്ദേഹം പറഞ്ഞത് അത് ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കും, നിങ്ങൾ ജീർണിച്ച മതവിശ്വാസങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരരുത് എന്നാണ്. അന്ന് വല്ലവരുമല്ല, ഗോഖലെയാണ് അദ്ദേഹത്തെ വിളിച്ചത് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ സ്ഥാനപതി, അംബാസഡർ എന്ന്. അത് പ്രചരിപ്പിച്ചത്
അദ്ദേഹത്തോട് വലിയ പ്രണയം അക്കാലത്തുണ്ടായിരുന്ന സരോജിനി നായിഡുവാണ്. ആ ജിന്നയാണ് പിന്നീട് മതദേശീയത, റിലീജിയസ് നാഷണാലിസം എന്ന് പറഞ്ഞ് വിഭജനവാദം ഉന്നയിക്കുന്നത്. വിഭജനത്തിന് ജിന്ന മാത്രമാണ് ഉത്തരവാദി എന്ന് ചരിത്രം പറയുന്നില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അതില് വല്ലഭായ് പട്ടേലിന് ഉത്തരവാദിത്തമുണ്ട്, RSS ഉത്തരവാദിത്തമുണ്ട്, നെഹ്റുവിന് ഉത്തരവാദിത്തമുണ്ട്, മൗണ്ട് ബാറ്റൻ പ്രഭുവിന് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം ഇല്ലാതിരുന്നത് 2 പേർക്കാണ്. ഒന്ന് മഹാത്മാഗാന്ധിക്ക്, 2 അബുൽ കലാം ആസാദിന്. മഹാത്മാഗാന്ധിയാണ് വിഭജനത്തിന് ഉത്തരവാദി എന്ന് വിശ്വസിച്ചാണ് ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. ഈ വിഭജനം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ജിന്ന പഴയ മതേതരവാദിയാണ്. പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾ മസ്ജിദിലേക്കോ ചർച്ചിലേക്കോ മന്ദിറിലേക്കോ ഗുരുദ്വാരയിലേക്കോ പോയിക്കൊള്ളുക. നിങ്ങൾ